നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. താമസിപ്പിക്കുന്നില്ല, വിളിക്കൂ അവരെ. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ജാഫർക്ക ആൻഡ് പ്രചോദേട്ട. യെസ്, എങ്ങനെയാ, എന്തൊക്കെയുണ്ട് വിശേഷം? പൊളിക്കല്ലേ? അങ്ങനെ പത്തനംതിട്ട കോന്നിന്ന് വന്ന ചേട്ടന്മാരിപ്പുണ്ട്. പെയിന്റേഴ്സ് അസോസിയേഷനിലെ ചേട്ടന്മാരാർക്ക് നിങ്ങൾക്ക് ഒരു നല്ല കൈഡി. ഓക്കെ, ഉഷാറോടെ ആദ്യത്തെ സ്കിറ്റിലേക്ക് പോയാലോ? ഓക്കെ, മനു കുമാരി, അഭിജിത്ത് ആൻഡ് പ്രസാദേട്ടൻ. എല്ലാരും വന്നല്ല, ഞാനും വന്ന്. സത്യം പറയല്ലോ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണും. ഞാൻ പഴയ ഒരു ഗുണ്ടയാണ്. എന്റെ ശിഷ്യ ഗുണ്ടന്റെ തുലാഭാര ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വെറും തുലാഭാരമല്ല, ലോകത്താദ്യമായിട്ടായിരിക്കും മാരകായുധങ്ങൾ കൊണ്ട് തുലാഭാരം നടത്താൻ പോകുന്നത്. നിങ്ങൾക്ക് തോന്നി ഇത് അമ്പലത്തിൽ വെച്ച് നടത്തിയാൽ പോരെന്ന്. ഞങ്ങൾ ഗുണ്ടകൾക്ക് അത് ഇഷ്ടമല്ല. എല്ലാവരെയും കാണിച്ച് ചെയ്യണം. കാരണം ഞങ്ങളുടെ എന്തുമാത്രം ആയുധം ഉണ്ടെന്ന് എല്ലാവരും അറിയണം. എന്താകുമോ എന്തോ. നമസ്കാരം. നമസ്കാരം. ആരാ? ഞാൻ അതിഥി തൊഴിലാളി. ആദ്യമായിട്ടാണ് റിസോബയുടെ ഫിഗറുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ കാണുന്നത്. അല്ല, എന്താ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്താ? ഞാൻ ആശാനാണല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്നെ തോഴിയാണ്. അതല്ല, ഞാനിവിടെ പൂജ നടത്താൻ വന്ന ആശാനാണ്. പൂജ നടത്താൻ വന്നതാ? എന്റെ ദൈവമേ, അതിഥി തൊഴിലാളികൾ പൂജ നടത്തി തുടങ്ങിയോ? അല്ല, എന്താ പേരെന്താണ്? എന്റെ പേര് രാജു ബനിയ. ബനിയന്റെ പേര് രാജു. ഇനി നിന്റെ പേര് പറ. അല്ല, എന്റെ പേര് രാജു ബനിയ. രാജു ബനിയ. എവിടാണ് സ്ഥലം? എന്റെ സ്ഥലം ഒറീസ. ഒറീസ. അവിടെ എന്താ ഇങ്ങോട്ട് വന്നത്? അവിടെ ഞാനും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. ആ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു. വരണല്ലേ? അല്ല, അസുഖം. അങ്ങനെ അസുഖം പിടിച്ച് അച്ഛൻ കിടപ്പായി. മരുന്ന് മേടിക്കണ്ടേ, പൈസ വേണ്ടേ? ഞാൻ ഒറ്റക്കല്ലേ മോനായിട്ടുള്ളൂ. ഞാൻ രാവിലെ എണീറ്റ് നേരെ പണിക്ക് പോകും. എന്നിട്ട് പണി കഴിഞ്ഞ് പൈസ ആയിട്ട് മരുന്നും മേടിച്ച് തിരിച്ചു വരും. എന്നിട്ട് ഞാനും അച്ഛനും കൂടി ഇരുന്ന് മരുന്നടിക്കും. അങ്ങനെ മരുന്നടിച്ച് അച്ഛൻ മരുന്നടിച്ച് വീണ് അച്ഛൻ മരിച്ചു പോയി. നേരെ ഞാൻ പിന്നെ ഇങ്ങ കേരളത്തിലേക്ക് വന്ന്. അല്ല, അപ്പൊ അമ്മയാ? അമ്മ ഷെയർ ചെയ്യൂലല്ലോ. ഓഹോ, അപ്പൊ ഇവിടെ ഒറ്റക്കാണ് താമസം? അല്ല, അത് തെറ്റി. ഞാൻ ഒറ്റക്കല്ല, എനിക്ക് ഇവിടെ ഒരു ഭാര്യയുണ്ട്, അവിടെ ഒരു ഭാര്യയുണ്ട്. രണ്ട് ഭാര്യമാരാ? ആരാണ് സാർ സന്തോഷം ആഗ്രഹിക്കാത്തത്? നീ ഇവിടെ ഇങ്ങനെ സന്തോഷം ആഗ്രഹിച്ചോണ്ടൊക്കെ ഇരി. നിനക്കറിയാവോ, 7 മണിക്ക് ഗുരു വന്നതാ. എങ്കിൽ ആ കുരു ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞിട്ട് വന്നാ പോരായിരുന്ന? ഗുരു വന്ന കാര്യമല്ല പറഞ്ഞത്. 7 മണിക്ക് ഗുരു ഇവിടെ വന്നതാണ്. ഇതുവരെ എന്റെ ശിഷ്യൻ ഇവിടെ വന്നിട്ടില്ല. സത്യം പറയാലോ, ഇത്രയും ഗുരുത്വമില്ലാത്ത ഒരു ചെറുക്കനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്കറിയാവോ, തകഴിയിലാണ് എന്റെ വീട്. രാവിലെ 5 മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാ. കുളിച്ചിട്ട് പോലും ഇല്ല. അയ്യേ, കുളിച്ചില്ലേ? കുളിച്ചില്ല. കുളിക്കാതാണ് ഞങ്ങൾ ഒരു പരിപാടിക്ക് വരുന്നത്. ഒരു കാര്യം ചെയ്യും, അവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്. അവിടെ പോയി 10 രൂപ കൊടുത്താൽ കുളിക്കാൻ പറ്റും. കുളിച്ചിട്ട് വരൂ. അപ്പൊ എന്റെ അച്ഛന്റെ ഉപദേശം ഞാൻ കേൾക്കണ്ടെന്നാണോ പറയുന്നത്? എന്റെ അച്ഛന്റെ ഉപദേശം? അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ നീ പൈസ കളഞ്ഞു കുളിക്കരുതെന്ന്. 10 രൂപ കളഞ്ഞു കുളിക്കാൻ എന്നെ കിട്ടത്തില്ല. അപ്പോ കുളി ഇല്ല. തേക്കുമോ? കുളിച്ചില്ല പിന്നെ തേക്കേണ്ട കാര്യമുണ്ട്. അടിക്കുമോ? അടിക്കും. ആണല്ലേ? അപ്പൊ പൈസ കളഞ്ഞ് അടിക്കും, പൈസ കളഞ്ഞു കുളിക്കത്തില്ല. അല്ല, എവിടെ വീടെന്ന് പറഞ്ഞത്? എന്റെ വീടങ്ങ് തകഴി, പടഹാരം. പലഹാരം എനിക്ക് ഇഷ്ടമാണ്. പലഹാരം അല്ല, എന്റെ വീട് പടഹാരം. പടഹാരം മിൽമയുടെ തൊട്ടപ്പുറത്തായിട്ട് വരും. പക്ഷെ അവിടെ വന്ന് എന്നെ കാണാൻ പറ്റത്തില്ല. പിന്നെ അവിടെ കേളമംഗലത്ത് വരണം. അതെന്താ? അവിടെ ബിവറേജ്. ചേട്ടൻ കള്ളു കുടിക്കുമോ? ഞാൻ കുടിക്കും. ചേട്ടാ, കള്ളു കുടിക്കരുത്. ചേട്ടാ, കള്ളു കുടിക്കരുത്. കള്ളു കുടിച്ചാല് പതുക്കെ 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 മരിക്കും. ആർക്കാണ് ഇത്ര ധൃതി? പതുക്കെ 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 അങ്ങ് മരിച്ചാ പോരെ. 1995 കോമഡി. 1995 സിനിമകൾ 4K ആക്കി ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ ഈ പഴയ കോമഡി 4K ആയിട്ട് കണ്ടേച്ചോ. മൊട്ടേന്ന് വിളിച്ച എന്റെ കുണന്മാർ കിട്ടാ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ അല്ലെങ്കിൽ മൊട്ടേന്നല്ലാതെ ഞാൻ ബാബു ആന്റണി വിളിക്കട്ടെ? വല്ല ഒരു കാര്യം പറയാൻ. അതായത് ഈ മുടി പൊയിഞ്ഞു പോയതാണോ? ഞാൻ പറിച്ചു കളഞ്ഞതാ. ഈ മുടി വളരാൻ ഒരു സംഭവം ഉണ്ട്. അതായത് ഒരു എണ്ണയുണ്ട്. എണ്ണയാ സാർ? 300 രൂപയാണ് ഒരു കുപ്പി എണ്ണയ്ക്ക്. അതിന് 3 കുപ്പി എണ്ണ തേക്കണം. ഞാൻ എന്തിനാണ് 3 കുപ്പി മേടിക്കുന്നത്? 3ാമത്തെ കുപ്പിയുടെ കൂടിയാണ് വിഗ് ഫ്രീ. എണ്ണ പറഞ്ഞ ഇളക്കാൻ നിൽക്കരുത്. അന്യ സംസ്ഥാന കോമഡി ശലകം. ഈ പറയുന്ന അന്യ സംസ്ഥാനത്ത് ഞാനും പോയിട്ടുണ്ട്. എവിടെ പോയിട്ടുണ്ട്? പണ്ട് ഞാൻ പഞ്ചാബിലായിരുന്നു. പഞ്ചാബിൽ ബുള്ളറ്റ് ഉള്ള ഒരേ ഒരാൾ ഞാനായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ബുള്ളറ്റിൽ കയറി ബുള്ളറ്റ് സ്റ്റാർട്ട്
കട്ടാക്കി മുമ്പോട്ടൊക്കെ പോകുമ്പോ പുറകിൽ നിന്ന് ഒരൊച്ചയാ രാവിലെ അല്ലേ ചേട്ടാ ഉണ്ടാവും. ആൾക്കാരൊക്കെ അത്ഭുതത്തോട് കൂടി എന്നെ നോക്കി നിൽക്കുന്നത്. പിന്നെ ഇത്രയും വലിയ ശബ്ദം പിന്നെ കേൾക്കുമ്പോൾ ആളുകൾ പേടിക്കും. ഞാൻ പച്ചക്കറി മേടിക്കാനായിട്ടാണ് പോയത്. ഈ പച്ചക്കറി മേടിച്ച് അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്, ഒരു വളവുണ്ട്. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ പേടിയാണ് അവിടെ പോകുന്നത്. പക്ഷെ എനിക്ക് പേടിയില്ല. ഞാൻ അങ്ങനെ ഒരു ബുള്ളറ്റിൽ ഇങ്ങനെ വരുന്ന സമയത്ത് എന്റെ മുതുകത്ത് മുള്ളു കുത്തുന്ന പോലത്തെ ഒരു വേദന. അയ്യോ, ഞാൻ നേരെ വീട്ടിലോട്ട് വന്ന് ഇന്നാ പച്ചക്കറി എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് പറഞ്ഞപ്പോ എന്റെ ഭാര്യ ബോധം കെട്ടൊക്കെ വീട്. എന്റെ പച്ചക്കറി ആദ്യമായിട്ട് കാണുവാണോ? അതല്ലെന്ന് നോക്കിയപ്പോഴെന്താന്നറിയാമോ, കരയെ കൂടെ അങ്ങ് ഒലിച്ചിറങ്ങുക. ചിലരങ്ങനെയാണ്, പെട്ടെന്ന് മൂത്രം ഒഴിക്കും പേടിച്ചാല്. പേടിച്ച് മൂത്രം ഒഴിച്ചല്ലെന്ന്, പിന്നെ ചോര ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ആണോ? ഞാൻ നോക്കാൻ സമ്മതം ഈ ജാക്കറ്റ് ഇട്ടിരുന്നങ്ങ് നോക്കിയപ്പോ 10 കത്തി എന്റെ മുതുകത്ത് ഇങ്ങനെ കുത്തി കൊടഞ്ഞിങ്ങനെ കളഞ്ഞി. സംഭവം എന്താന്നറിയാമോ, ഈ വളവിൽ കൂടെ പോയപ്പോഴത്തേക്ക് എറിഞ്ഞ് പിടിപ്പിച്ചതാ. സംഭവം എറിഞ്ഞതാണ്, പക്ഷെ ഇവിടെ പിടിച്ചില്ല. നല്ല മൂർച്ചയുണ്ട്, പക്ഷെ ഈ നാക്കിന്റെ മൂർച്ച കാണത്തില്ലേ? ഓ പറയാനാന്ന് പറയുന്നത്. ഇത്ര കാല് പൊക്കി വെച്ചാൽ എല്ലാവർക്കും കീറും. അതല്ല കീരി, ഗുണ്ട കീരി വാസ്തുവെന്ന്. ഓ, നിങ്ങളാണ് ഇവിടെ തുലാഭാരം നടത്താൻ പറഞ്ഞത്. ആശാനെ മിണ്ടരുത്, നീ എന്നോട് മിണ്ടിപ്പോരുത്. എന്തോ എത്ര മണിക്കാണ് ഇവിടെ ചടങ്ങ് പറഞ്ഞത്? നീ എവിടെ ആയിരുന്നടാ? ഞാൻ ഇവിടെ എന്തുമാത്രം നേരിട്ട് വെയിറ്റ് ചെയ്തറിയോടാ. നീ എന്താ താമസിച്ചത്? എന്താ വരാൻ വൈകിയത്? പാപ്പം കിട്ടിയില്ലായിരുന്നു. എന്റെ ഭാര്യ പാപ്പം ഉണ്ടാക്കി തന്നില്ലെന്ന്. പാപ്പോ? എട്ടാണ് പറഞ്ഞ പാപ്പം, ഇത്ര വലിയ മനുഷ്യ പാപ്പം എന്ന് പറഞ്ഞേ. കളിയാക്കരുത്, നിനക്ക് അവനെ അറിഞ്ഞൂടാ. 7 കൊല ചെയ്തിട്ടുള്ളവരാ. ഇന്നലെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ജയിലിൽ പാപ്പം കിട്ടുവോ? ജയിലിൽ രാവിലെ പാപ്പം കിട്ടും, ഉച്ചക്ക് നല്ല ഊണും കറിയാറ്റ് ഉമ്മുമ്മിയും. ഉമ്മൂമ്മയാ? ചൂര ഉമ്മുമ്മി കിട്ടും, ചൂര ഉമ്മുമ്മി. അല്ല സംഭവം എന്താണെന്നറിയാമോ? സംഭവം അവന് ചെറിയൊരു കിണുകിണിപ്പുണ്ട്. അതായത് ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു പൈൻ്റെ അടുത്തൊരു തെങ്ങിന്റെ ചോട്ടിരുന്ന് അടിച്ചോണ്ടിരിക്കുവാൻ. ഈ അടിച്ചോണ്ടിരുന്ന സമയത്ത് മേളിൽ നിന്ന് ചകിരി എന്തോ വീണപ്പെടുത്തേക്ക് ഇവനെ എന്താ വീണേന്ന് അറിയാനായിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കിയതാ. തേങ്ങ വന്ന് ഉച്ചയ്ക്ക് വീണു. അപ്പോഴാണ് ആ പഴഞ്ചൊല്ല് കറക്റ്റ് ആയത്. മോങ്ങാനിരിക്കുന്ന നായുടെ തലയിൽ തേങ്ങ വീണു. എന്നടുത്ത് സംസാരിക്കരുത്, തൂക്കിക്കളയും. നീ തൂക്കും, നീ ആറ്റും. എടാ എന്നെ തൂക്കുന്നതിന് മുമ്പ് നീ എന്റെ ആശാനെ തൂക്കണം. ഈ നിൽക്കുന്ന ചില്ലറക്കാരനൊന്നും അല്ല, എന്റെ ആശാന്റെ അരയിലെ ഈ നീളത്തിന് പറയരുത് അത്തി ഉണ്ടെന്ന് പറയാൻ അവനോട് പറയരുത്, അവൻ പേടിച്ചു. പേടിക്കണം, അവൻ പേടിക്കണം. ആശാനെ, എന്റെ പൊന്നാശാൻ എത്ര നാളെ എന്റെ ആശാനെ കണ്ടിട്ട്. എന്റെ അടുത്ത് പിണക്കൊക്കെ മാറിയല്ലോ. പിണക്കൊക്കെ മാറിയടാ. ആശാന്റെ താഴെ 2 പേരുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും ഉണ്ട്. ഒരുത്തൻ പെയിന്റിന് പഠിക്കും, ഒരുത്തൻ തട്ടിന്റെ പഠിക്കും. ഞാൻ കണ്ടിട്ട് കുറെ കാലം ആയേ. നിങ്ങളെങ്ങനെ സൗഹൃദ സംഭാഷണം പറഞ്ഞേക്കാതെ പൂജ നടത്തേണ്ടേ? നീ ഗുണ്ടയെ ബഹുമാനിക്കാറില്ലല്ലേടാ? എനിക്ക് അങ്ങനെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. എന്താ ബഹുമാനിക്കാൻ കാര്യമില്ലാത്ത? പിന്നെ എനിക്ക് പോയി ഇത് കഴിഞ്ഞിട്ട് നേരെ പോണം. എനിക്ക് 4 പൂച്ചയുള്ളതാണ്. പിന്നെ 2 പൂച്ച ഷാപ്പിൽ കൊണ്ടൊക്കെ കളാ. വേറെ പൂജയുണ്ടല്ലോ. എടാ പൂച്ചക്കള നീ പറയും, ഞങ്ങളെ പേടിപ്പെടുത്തല്ലേ. നിസ്സാരം പുലിയെ കൊന്നിട്ടുള്ളവനാണ്ടാ ഞാൻ. പുലിയാ? ഞങ്ങൾ പുലിയെ കൊന്ന അറിയില്ല. ഒരു ദിവസം ഞാനും ആശാനും കൂടെ ഒരു കൊട്ടേഷനും കഴിഞ്ഞ് കാട്ടിന്റെ നടുക്കൂടെ ഇങ്ങനെ വരുമായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു പുലി. ഇത് കണ്ട് എന്റെ ആശാൻ പേടിച്ചില്ലേ? ഞങ്ങള് ഓട്ടം, പുലി പുറകെ വരുന്നു. ഓടി ഓടി ഞാൻ നോക്കിയപ്പോ ഫ്രണ്ടിൽ ഒരു വലിയ കൊക്ക. ഞാൻ ലൈസിന് സൈഡിലോട്ട് സ്ലിപ്പായി. പുലി നേരെ കൊക്കയിലോട്ട് ഒറ്റ പോക്ക്. പക്ഷെ എന്റെ ദേഷ്യം തീർന്നില്ല. എന്റെ ആശാനെ പേടിപ്പിച്ച പുലിയല്ലേ. ഞാൻ അത് ചത്തോ എന്ന് പറഞ്ഞ് നോക്കാൻ പോയപ്പോഴത്തേക്ക് അയ്യടാ, പുലി ഒരു വലിയ വള്ളി തൂങ്ങി ഇങ്ങനെ നിൽക്കുക. ഞാൻ ഈ വള്ളി പിടിച്ചിങ്ങനെ വലിച്ച് പുലിയെ കൊണ്ട് വന്നിട്ട് പറയാ, എടാ പട്ടി പുലി, ഇനി നീ എന്റെ ആശാനെ പേടിപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരൊറ്റ അടി. അപ്പൊ പുലിയെ ഇല്ല. പുലി സത്ത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കൂട്ടുകുടുംബമായിരുന്നു. ഇപ്പൊ എല്ലാവരും പല പല വീടുകളാ താമസം. നന്നായി അല്ല, കൊലക്കുറ്റത്തിന് ഇപ്പൊ അകത്ത് കിടന്നേനെ. എന്താണ് ഇവിടെ ചടങ്ങ്? പൂജ നടത്തണമാ? പൂജ നടത്തണ്ടേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പൂജ നടത്തുന്നതിന് മുമ്പ് ഒരു അശുദ്ധം ഉണ്ട് ഇവിടെ. അപ്പൊ ഒന്ന് ശുദ്ധിയാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു തരത്തിലുള്ള തുലാഭാരം അല്ല ഇവിടെ നടത്തുന്നത്. ഇവിടെ ഞങ്ങൾ ആയുധങ്ങൾ വെച്ചാണ് തുലാഭാരം നടത്തുന്നത്. ആയുധം വെച്ചാ? എന്ത് പണിയാണ് ചേട്ട ചെയ്തത്? ഈ ചേട്ടനെ ഇവിടെ ഇരുത്തണം, എന്നിട്ട് ഇതില് പഴം വെച്ച് നമ്മളിങ്ങനെ തുലാഭാരം നടത്തിയാ പോരെ? 2 തട്ടിലും പഴമാകത്തില്ല. ഈ തട്ട് ഞാനേ ഇരിക്കുള്ളൂ. എടാ നിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പൂജ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട്. പൂജ ഉണ്ടെന്നാ പറയണത്. ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ട് വരൂ, അടുത്തോട്ട് വരൂ. അങ്ങോട്ട് അടുത്തേക്ക് വരൂ. ഇത്ര പേടിച്ചിട്ട് എന്താണ് കാര്യം? ഞാൻ പേടിച്ചാൽ പൂജ നടത്തില്ല കേട്ടോ. ഓക്കെ? എന്റെ പൂജ പൊളിഞ്ഞ? അതല്ലടാ വേണ്ട. പിന്നെ എന്തെങ്കിലും ചടങ്ങാണെന്ന്. ആണോ? അപ്പോളേ ഇനി ഭസ്മം വെള്ളം കിട്ടിയിരിക്ക. അതെ
സംഭവം ഇപ്പൊ കുഴപ്പമില്ലാതെ കയറി പോയിക്കൊണ്ടിരിക്കുക. കൈ നിട്ട് കളിച്ച് കുളവാക്കി. ആശാനെ അതുകൊണ്ട് കത്തിക്കാം. അപ്പോൾ ഞാൻ ഒരു മന്ത്രം ചെല്ലും, ഈ മന്ത്രം നിങ്ങൾ ഏറ്റു ചൊല്ലണം. ഓക്കെ ആണല്ലോ? നമ്പിത്തപ്പര പാലിനാ കൈപ്പക്കൊടിനേലോ പാതൃപത്രേ സുപ്രഭാത അരസുയന്തൻ. ഇപ്പൊ അരസുയന്തൻ ചടങ്ങിന്റെ കാര്യമല്ലേ ഇത്? ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടേ അറിയോ? നിങ്ങള് ഉരുളാൻ ഒരാൾ വേണം. ആശാൻ ഉരുളാൻ. ഞാനെന്നാത്തിന് ഉരുളുന്നത്? അല്ല, ഇവന്റെ അല്ലേ തുലാഭാരം? ആണോ? എങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു റൗണ്ട് ഇവിടെ ഇങ്ങനെ ഉരുളണം. ഉരുള നടുവേന ആശാനെ. ഉരുണ്ടില്ലേ വരണം, ഇങ്ങനെ വരണം. ഇതൊന്നും നടക്കില്ല. തടിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നവനാ ഞാൻ. ഇളക്കണമെന്ന് എനിക്കറിയാം. ഉരുളണം. ഒന്ന് ഉരുട്ടെ. അയ്യോ നടുപിടിച്ചേ. ഞാൻ പറയട്ടെ, ഞാൻ ഈ ഉരുൾച്ച വേണ്ട. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ചടങ്ങുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉരുൾച്ച വേണം. അല്ല, ഉരുൾച്ച വന്നാൽ ശരിയാത്തില്ല. ഇത് നാം മുഖത്തൊഴിക്കാൻ വെച്ച വെള്ളമാണ്. പിന്നെ അവന്റെ മൂലസ്ഥാനമാണ് പൊള്ളിയിരിക്കുന്നത്. അപ്പൊ പിന്നെ എടുത്ത് ഒഴിക്കട്ടെ. പിന്നെ എന്ത് ചെയ്യാനാന്ന് പറയും. ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ നേരെ തൂക്കാൻ അങ്ങോട്ട് കേട്ടാ. അതായിരിക്കും നല്ലത്. എന്താ മോനെ, എന്റെ പൊള്ളി മൊത്തം പോയി, എല്ലാം പോയി. ഇത് കുഴപ്പമില്ല. നീ അങ്ങോട്ട് ഒരു കത്തിലേക്ക് കേറാ. കേറി, പെട്ടെന്ന് കയറൂ. ഇനി അടുത്ത തട്ടിലോട്ട് നമ്മളെ മാരകായുധങ്ങൾ എടുത്ത് വെക്കാം. ഞാനും കൂടെ പിടിക്കാൻ സാറേ. ചേട്ടാ ഇത് തൂങ്ങുന്നില്ലല്ലോ. ഇത് തൂങ്ങുന്നില്ല. ഒരു പണി നോക്കട്ടെ. ഒരു 1.5 കിലോയുടെ കുറവും കൂടി ഉണ്ട്. 1.5 കിലോയുടെ കുറവാ? 1.5 കിലോയുടെ കുറവും കൂടി ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് കറക്റ്റാക്കാം. അയ്യോ, 1.5 കിലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സമയത്തിന് 1.5 കിലോ ഇവിടെ ഒപ്പിക്കാന് ആശാന്റെ ഇടുപ്പിരിക്കുന്ന കത്തിയോട് ആശാനെ. എടാ, നിനക്കൊരു കാര്യം അറിയാലോ, അങ്ങനെ എന്റെ ഇടുപ്പിലിരിക്കുന്ന കത്തി എടുക്കാൻ പറ്റത്തില്ല. ആ കത്തി വെളിയിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ ചോര കണ്ടിട്ട് പിന്നെ തിരിച്ചു വെക്കാം. അതൊക്കെ പണ്ടത്തെ കാര്യം. ആശാന കത്തി ഇങ്ങോട്ട് പോയി. ആശാൻ ഞാൻ വെക്കൂല, ഞാൻ എടുക്കൂല. എനിക്ക് ആശുപത്രി പോവാൻ ഞാനൊരു ഐഡിയ പറയാം. 1.5 കിലോ ഇവിടെ തൂങ്ങുന്ന 1.5 കിലോ കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ? നമുക്ക് ഒരു പണി ചെയ്യാം. ഇവിടുന്ന് ഒരു 1.5 കിലോ മുറിച്ചു മാറ്റിയാൽ. എന്റെ കർപ്പൂരം കാരണം 3 കിലോ ഇവിടുന്ന് പോയിരിക്കാണ്. ഇത് വീണ്ടും 1.5 കിലോ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഒരു പണി ഉണ്ടാക്കുക. എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ അര ഇരിക്കണ കത്തി ഞാൻ തരത്തില്ല. ആശാൻ കത്തി കൂടെ ആശാനെ തരത്തില്ലടാ. കത്തി കൂടെ ആശാനെ തരത്തില്ലടാ. ഒരു കാര്യം ചെയ്യാം, തൂക്കിയാ പോരെ. ഒരു 1.5 കിലോയുടെ കുറവല്ലേ ഉള്ളൂ. ഒരു മിനിറ്റ്. അല്ലാതെ എന്ത് ചെയ്യാനാണ് ഇത് ഒരു 1.5 കിലോ കാണും. ഇതങ്ങോട്ട് വെച്ച് തൂക്കുന്നു, ഞാൻ പോകുന്നു. കാര്യം പെട്ടെന്ന് വേണം, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 4 പേരെ തൂക്കാനുള്ളതാണ്. ഒരു പ്രത്യേകതരം തുലാഭാരമായിരുന്നു. നല്ലൊരു ഗൈഡ് കൊടുക്കാം. പ്രജോദേട്ടാ. മനു, അഭിജിത്തെ പ്രസാദേ, ആദ്യം ഈ ആശയത്തിനൊരു നല്ല ഗൈഡാണ് കേട്ടോ. നല്ല ഐഡിയ ആയിരുന്നു. നിങ്ങൾ 3 പേരും പെർഫോമൻസ് ബേസിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ എനിക്ക് തോന്നിയത് ഇതിനകത്ത് കുറച്ച് കോമഡി അവിടെ ഇവിടെയായിട്ട് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ നന്നായിട്ട് നല്ല റേഞ്ചിൽ നല്ല ഫാസ്റ്റിൽ നല്ല രസമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ ഒരു തോന്നൽ ഹ്യൂമർ ഇത്തിരി ആകാമായിരുന്നു എന്നൊരു തോന്നൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ ക്ലൈമാക്സ് വേറെ എന്തെങ്കിലും വിചാരിച്ച് ചെയ്യാൻ, അതായത് ഈ 1.5 കിലോ 1.5 കിലോ വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതും പെട്ടെന്ന് തീർന്നു പോയി. നിങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു, അതില്ലാതെ പോയി. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഓക്കെ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട ആർട്ടിസ്റ്റുകളാണ് 3. അപ്പോൾ ഒരു കണ്ടന്റ് കിട്ടിയാൽ പോലും കളിച്ച് കയറ്റാനുള്ള പവറുള്ള ആർട്ടിസ്റ്റുകളാണ്. ചില ആൾക്കാർക്ക് എത്ര റിഹേഴ്സൽ ചെയ്താലും സ്റ്റേജിൽ കയറുമ്പോൾ ബാലൻസ് പോകും. ഇവർക്കതുള്ളവരല്ല. ഇത്രയും സമയം ഇതിൻ്റെ തുടക്കം മുട്ട അവസാനം വരെയും ഒരേ റേഞ്ചിൽ ഒന്നും തെറ്റാതെ കറക്റ്റായിട്ട് പറഞ്ഞു പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിഹേഴ്സലിൻ്റെ ആവശ്യമില്ലത്. ആർട്ടിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ലെവലാണത്. അത് നിങ്ങൾക്കുണ്ട്. പക്ഷേ നമുക്കിവിടെ ചിരിക്കാനുള്ള സാധനങ്ങളുടെ എലമെൻറ്റുകൾ കുറവായിപ്പോയി. അതാണ് ഇതിൻ്റെ അകത്തെ വിഷയം. നല്ല രീതിയിൽ അവതരിപ്പിച്ചത് കൊണ്ട് അത് നല്ലതാകണമെന്നില്ല. പക്ഷെ അതിൻ്റെ അകത്ത് എന്തൊക്കെ വേണ്ടി വരും അതെല്ലാം നമ്മളതിൽ നിറയ്ക്കണം. ഇതിലത് കുറവായിരുന്നു. തമാശയുടെ ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ പറയുന്നുള്ളൂ. അതായത് കൗണ്ടറിൻ്റെ ഭാഗം മാത്രം, അതിൻ്റെ ഒരു കുറവുണ്ട്. അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബംഗാളി എന്നെ ബംഗാളി കാണിച്ചേ. ആദ്യം മുതൽ അവസാനം വരെ അതൊക്കെ കീപ്പ് ചെയ്ത് സംസാരിക്കുക. ഒരു അറിയാൻ പാടില്ലേ, അത് അങ്ങനെ ഒന്ന് ശരിയാക്കി അങ്ങ് ചെയ്തു പോയതിൻ്റെ മോനൊരു അഭിനന്ദനം അറിയിക്കുന്നു. കുമ്പാരി ഇതിനു മുമ്പേ സ്കിറ്റ് കണ്ടിട്ടുള്ള കുമ്പാരിയും അടിച്ചു പൊളിച്ച് ചെയ്തിട്ടുണ്ട്.
അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞ പോലെ കോമഡി കുറഞ്ഞു പോയി. എന്താ ടൈമിങ് ടക്ക് 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 നടിക്കുകയാണ്. പക്ഷെ ചിരിക്കാനുള്ള സാധനം കുറഞ്ഞു പോയതാ പറ്റിയത്. എന്നാലും കുഴപ്പമില്ല. അതാണ് എൻ്റെ പിന്നെ ഇതിന്റെ മാർക്സ് പ്രചോദേട്ടാ എത്ര കൊടുക്കാം? 5 മാർക്ക്. 5000 രൂപ. ഓക്കെ, ജാഫർക്ക ഞാൻ ഒരു 6 മാർക്ക് കൊടുത്തു. 6 5 11 ആയിട്ടുണ്ട്. 11,000 ആയിട്ടുണ്ട്. നസീർക്ക ടോട്ടൽ മാർക്ക് ഇങ്ങോട്ട് അയച്ചോ. ടോട്ടൽ എമൗണ്ട് 20,000 രൂപ. ഓക്കെ, അടുത്ത പ്രാവശ്യം ഇതെല്ലാം റെഡിയാക്കി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു ഭാര്യ. ഓങ്കാരം ശംഖിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന വെൺമലരേ, ഓരോരോ നാളും മിന്നുമ്പോൾ താനേ നീറുന്ന ഒരു ചായ കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ നേരമായി. പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ അല്ലേ മോളെ? എനിക്കല്ലായിരുന്നു. ഒരു ചായ ഇട്ട് തരാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അത് ഞാൻ തന്നെ ഇട്ട് കുടിക്കണമെന്ന് വെച്ചാ ഒരു ആവശ്യമില്ലാതെ നിങ്ങൾ ഈ സാധനത്തിൽ കിടന്ന് തുടച്ചോണ്ടിരിക്കാതെ ആ സമയം കൊണ്ട് തറ തുടക്കുക. അങ്ങനെയെങ്കിലും പൊടി പോകുമല്ലോ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. മാർക്കറ്റിൽ പോയി ചാള വാങ്ങിച്ചോണ്ട് കറി വെച്ചോണം. പറയണ്ടായിരുന്നു. എടി നീ ഒരു കാര്യം മനസ്സിലാക്കും, ഒന്നല്ലെങ്കിൽ ഞാനൊരു റിട്ടയർഡ് പട്ടാളക്കാരനല്ലേടി. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, നീ മേലെ ഇത് ആവർത്തിച്ചു പോവരുത്. ഈ തുടപ്പ് തന്നെയായിരുന്നല്ലോ അവിടെയും ജോലി. പിന്നെ പതുക്കെ പറ. നാട്ടുകാർ കൊല്ലം കേട്ട് കഴിഞ്ഞാൽ അവരെന്തോരം വിചാരിക്കും? എന്നെ പറ്റി അവരെന്ത് വിചാരിക്കൂടി? ഇത് കേട്ടാ നാട്ടുകാർ എന്ത് വിചാരിക്കും? എനിക്ക് നാണക്കേടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ മിണ്ടാതിരുന്നത്. എന്റെ വീട്ടുകാരുടെ അടുത്ത് പോലും പറയാതിരുന്ന ഇതുകൊണ്ടാ. അങ്ങ് കാശ്മീരിൽ പാകിസ്ഥാൻ തീവ്രവാദികളെ ഞാൻ കിട്ടാൻ വിറപ്പിച്ചിട്ടുണ്ട്. ഈയടാ, അല്ലെങ്കിൽ കാശ്മീരിൽ നല്ല തണുപ്പാണ്. നിങ്ങളല്ല ഏത് കോന്തം പോയാലും കിടുകിടാന്ന് വിറയ്ക്കും. ആ ക്രെഡിറ്റും കൂടി ഇനി നിങ്ങൾ തട്ടിയെടുക്കണ്ട. എന്നെ അങ്ങ് താറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇത്. എടി ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് 2 വാറിൽ പൊരുതിവനാ. അതിപ്പോ നാട്ടുകാർ പറയുന്നുണ്ട് ബാറില പൊറുതിന്ന്. ബാറിലെ പൊറുതിയുടെ കാര്യമല്ല പറഞ്ഞത്, വാറ് അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ ബാറിന്റെ കേസ് അത് പിന്നെ എന്റെ കോട്ട തീർന്നുകൊണ്ടാ. കോട്ടയുടെ കാര്യം ഒന്നും മിണ്ടിപ്പോവരുത്. കിട്ടുന്ന കോട്ട മൊത്തം നാട്ടുകാർക്ക് വിൽക്കും. എന്നിട്ട് ഇവിടെ ഇരുന്ന് കോട്ട വാങ്ങി വിട്ടോണ്ടിരിക്കും. അല്ല നിങ്ങളെ കൊണ്ട് വല്ല ഗുണമുണ്ടോ? കോട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. കോട്ട വല്ല ഇരിപ്പുണ്ടോ? ഉണ്ട് 2 കോട്ടയുണ്ട്. തന്നെ എവിടെ? ഒന്ന് കിഴക്കേ കോട്ടയും ഒന്ന് ബാക്കിൽ കോട്ടയും. വേണമെന്ന് വെച്ചാൽ എടുത്തോ പോ. അത് വേണ്ട, അതിന്റെ നടുക്കൊരു സാധനമുണ്ട്, ശാസ്താം കോട്ട. കിട്ടോ? കിട്ടും. ഇങ്ങനെ പോവാണെങ്കിൽ വേഷ കിട്ടും നാട്ടുകാരെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ആ പന്ന നായ ഉണ്ടല്ലോ. പൂച്ച അല്ല, നായ. എന്താടി പറഞ്ഞത്? എന്റെ ബഡ്ഡിയെ കുറിച്ച് നീ എന്താടി പറഞ്ഞത്? ബഡ്ഡിക്ക് പ്രാധാന്യം കൂടെ നായ കളാ. അതാണ് ഞാൻ പറഞ്ഞത്. ആ നായെ കൊണ്ട് എങ്ങോട്ടെങ്കിലും കളാ. എന്റെ ബഡ്ഡി ഇപ്പൊ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? നിങ്ങളുടെ ബഡ്ഡി നമ്മുടെ ബെഡിൽ കിടന്നു പെടുത്തു. ഇംപോസിബിൾ. ഒരിക്കലും എന്റെ ബഡ്ഡി അങ്ങനെ ചെയ്യില്ല. അപ്പൊ നിങ്ങളോ? ബഡ്ഡി ഉറപ്പിച്ച് ബഡ്ഡി. അതിലൊന്നും എനിക്ക് വിഷയമില്ല. ആരായിരുന്നാലും മര്യാദയ്ക്ക് ആ ബെഡ്ഷീറ്റ് എടുത്ത് അലക്കി ഉണക്കി എടുത്ത് വെച്ചോണം. തിരിച്ചു വരുമ്പോ എനിക്ക് കിടന്ന് ഉറങ്ങാനുള്ളതാ, മനസ്സിലായോ? എന്റെ ബഡ്ഡിയെ കുറിച്ച് നിനക്ക് അറിയില്ല. സർവീസിലുള്ള സമയത്ത് ഏതൊരു സാധനവും പിറക്കെ പോയി മണപ്പിച്ച് കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് എന്റെ ബഡ്ഡിക്ക്. അത് കറക്റ്റാ കേട്ടോ. നിങ്ങളുടെ ബഡ്ഡി മണപ്പിച്ച് ഈ ഏരിയയിലുള്ള സകല പെൺപട്ടികൾ ഇപ്പൊ നമ്മുടെ പറമ്പിലാ വന്ന് കിടക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചിലപ്പോ ചെറിയ അബദ്ധം പറ്റിയായിരിക്കും. എന്റെ ബഡ്ഡി എന്ന് വെച്ചാൽ എന്റെ സ്വന്തം മകനെ പോലെയാണ്. അറിയാവോ നിനക്ക്? മകനെ പോലെയല്ല, മകൻ തന്നെയാണ്. അവന് 4 കാലിൽ നടക്കണം, നിങ്ങൾ 4 കാലിൽ നടക്കുന്നു. അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഞാൻ രാത്രി 2 അടിച്ചാൽ മാത്രമേ 4 കാലിൽ വരത്തുള്ളൂ. അതിൽ എനിക്കും ഒരു ചെറിയ തിരുത്തുണ്ട്. 4 കാലിൽ നടക്കണല്ലേ നിങ്ങള്, എഴയുന്നു. അത് പിന്നെ നമ്മളെല്ലാരും ഇങ്ങനെ എഴുന്നേൽച്ചല്ലേ പോകത്തുള്ളൂ. ഈ നുഴഞ്ഞു കയറ്റവേ കട്ടില് വരെ ഉള്ളൂ. അത് കഴിയുമ്പോ അങ്ങ് ബോധം പോവും. പിന്നെ ഞാനാണ് എടുത്ത് കട്ടിലോട്ട് അങ്ങ് എറിയുന്നത്. ഓഹോ, എന്നെ അപമാനിച്ചു, എന്റെ ബഡ്ഡിയെ അപമാനിച്ചു, പൊട്ടിക്കും ഞാൻ. അതിന് ഇതിനകത്ത് ഒരു ഉണ്ടെങ്കിലും ഉണ്ടാ? 2 ഉണ്ട ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ വെടിവെച്ച് കളഞ്ഞു. ഇനി ആരെങ്കിലും വന്ന് കയറിയ ഞാൻ പൊട്ടിക്കും. ഞാൻ പൊട്ടിക്കോ നിങ്ങള്? നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ആകാശത്തോട് വെറുതെ വെടിവെച്ച് കളഞ്ഞാലും നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. അതെനിക്കറിയാം നിങ്ങൾ എന്നെ ഒന്നും ചെയ്യൂലെന്ന്. അത് വിട്. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച എന്റെ ജീവിതമേ പോയി. ഇനി സംസാരിച്ചു നിന്ന് എന്റെ സമയവും പോവും. ഈ സമയം കൊണ്ട് ആ 4 അക്ഷരം പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ശമ്പളവും കിട്ടും, എന്റെ ജോലിയും കാണും. ഞാൻ പോയിട്ട് വരുമ്പോഴേ ഇവിടെ എല്ലാ ജോലിയും തീർത്ത് വെച്ചേക്കണം. അല്ല, ഇവിടെ മൊത്തം പൊടിയെന്ന് ഞാൻ തുടച്ച് റെഡിയാക്കി. മര്യാദക്ക് തുടച്ച് വെയ്. ആറങ്ങോട്ട് ഓടി. അല്ല, മക്കള് പൊക്കോ, വണ്ടി വരുമ്പോ പെട്ടെന്ന് നോക്കോ കേട്ടോ. പൊക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവള് പറയുന്ന കേട്ട് ഞാൻ ഇവിടെ ജോലി മൊത്തം ചെയ്യാൻ പോയില്ലേ. ഞാൻ ആണാടി ആണ്, സംജാ. അല്ല, മറ്റേ സഞ്ചി ഇവിടെ വെച്ചിരിക്കണം. മനുഷ്യ ഓ, എല്ലാം കൊണ്ട് ഇവിടെ മൊത്തം തുടച്ച് റെഡിയാക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ എന്നെ കൊല്ലും.
മീ സംസാരിക്കില്ലേ, പെട്ടെന്ന് വാ, വന്ന് കേറ്, വാ. ഞാൻ പറയുന്നൊന്നും കേക്കലയാ. കേക്കല്ല അലുവ, മിണ്ടരുത്. ഞാൻ പറഞ്ഞേക്കാം, വെറുതെ അവിടെ ഇരുന്ന് എന്നെ വിളിച്ചോണ്ട് വെച്ച് കേക്കല. അളിയ നമ്മൾ പറഞ്ഞ് അനുനയിപ്പിച്ച് പറഞ്ഞ് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ആ പൈസ ഒന്ന് മേടിച്ചെടുത്താ അളിയൻ ഇതെന്ത് സംഭവിച്ചാന്ന് പറഞ്ഞ? ഇവിടുത്തെ പട്ടിയെ ഓടിച്ച് മറിച്ചിട്ട് ആണേ. അപ്പൊ അവനെ കൈ കിട്ടിയാൽ ഞാൻ പൂളും. ഒരു കാര്യം ചെയ്യും, വിളി. അളിയ പ്രശ്നം ഉണ്ടാക്കരുത്. അയാളെ തോക്ക അളിയ പേടിച്ചു പോയാ ഈ ദാസ പേടി. ഈ പട്ടിക്ക് മണ്ടകറ നേരത്തെ പറഞ്ഞു വിടാ തോക്കുണ്ടായിരുന്നു. ഇതെന്തുവാന്നറിയോ? കത്തി. എത്ര ചോര കണ്ടതെന്നറിയോ? ഇത് ബ്ലഡ് ബാങ്കിലായിരുന്നു ജോലി. ആർക്ക്? കത്തിക്ക്. കുത്തി ചോര വരച്ച കാര്യം പറഞ്ഞ അളിയനൊരു കാര്യം പറയാവോ? എനിക്ക് ഇപ്പൊ തന്നെ 99 കേസ് കേട്ടുണ്ട്. കേസ് കിട്ടും. കേസുണ്ടെന്ന്. ഇനി ഒരു കേസ് കൂടെ വന്നാൽ 100 ആകും. അതിന്റെ സെലിബ്രേഷൻ ആവശ്യമായിട്ട് ഞാൻ പോവും. ഇത് 100ാമത്തെ കേസ്. അതിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് വന്നിരിക്കുക അളിയന്റെ. അളിയാ വിളിയാളിയാ സാറേ. ഇയാളെ ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ച അയാള്? അങ്ങനല്ല വിളിക്കേണ്ടത്. എടാ ഇറങ്ങി വാടാ. അവനായിരുന്നു പൂളും. ഞാൻ നോക്കി അളിയൻ ഇതാക്കിയ തും കോൻ ഹേ? തും കോൻ ഹേ? ഞങ്ങളിൽ ആര്? തൂ 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 തൂ. പിന്നെ എന്നെ തുപ്പിയാ ഞാനും തുപ്പും. അതുകൊള്ളാം. തുപ്പാനല്ല പറഞ്ഞ, നിങ്ങളൊക്കെ ആരാണെന്ന് അറിയത്തില്ലേ? ഇവിടെ അത്യാവശ്യം അടിപൊളിയും കത്തിക്കുത്തും കേസ് കെട്ടുമായിട്ട് നടക്കുന്നത് ദാസൻ, കാരക്കുഴി ദാസൻ ആരാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ഞാൻ ഇവിടെ ഉള്ളതാണല്ലോ, എനിക്ക് നിങ്ങൾ അറിയത്തില്ലല്ലോ. ചിലർക്കൊന്നും അറിയത്തില്ല. എന്നാ ഞാൻ അറിയിച്ചു കൊടുക്കും. ഇതാരാന്നറിയോ നിൽക്കുന്നത്? ആരാത്? അളിയൻ. അളിയനായിരുന്നു. എന്താ പേരെന്താണ്? എന്റെ പേര് റിജി. എന്ത് ജോലി ചെയ്യുന്നു? ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. എത്ര വയസ്സായി? 42. 42 വയസ്സായി. ഇനിയും സമയം ഒരുപാടുണ്ട്. കൈ എന്ത് പറ്റി? കൈ ഒന്ന് മറിച്ചിട്ടാ. പരിചയം ഇല്ലാത്തവന്റെ ബൈക്കിൽ എന്തിനാ കയറി പറഞ്ഞത്? കയറുന്ന കൈയും കാലൊക്കെ പോവില്ലേ? ബൈക്കിന്ന് മറിച്ചിട്ടൊന്നല്ല, പിന്നെ ഇയാളെ പട്ടി അവൻ ഓടിച്ചിട്ട് മറിച്ചിട്ട്. അതിന് പരിഹാരം വേണം. ഓഹോ, അതിന് വന്നേണ്. ഒരു കാര്യം ചെയ്യ, പുറകെ കൂടെ വാ. എന്റെ ബട്ടിക്ക് കൊടുത്തന്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു തരാം. എന്ത് പലഹാരം വേണമെന്ന് പറഞ്ഞു? പലഹാരമല്ല, പരിഹാരം. അവന് 50,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. 50,000 രൂപ കൊണ്ടേ പോകൂ. ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ നെഞ്ചും പിരിച്ച് നിന്നിട്ടുള്ളവനാ ഞാൻ. അതുപോലെ എന്റെ നേരെ വരുന്ന നേരെ നെഞ്ചും പിരിച്ച് നിന്നിട്ടുള്ളവനാ ഈ കാരക്കുഴി ദാസൻ. അപ്പൊ നമ്മുടെ രണ്ടും ഒരുപോലെ അളിയാ. കാര്യം പറയാളിയാ. ഒരു കാര്യം ഞാൻ പറയാം, മിണ്ടാന്നോണം. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവൻ 50,000 രൂപ കൊടുത്തില്ലെങ്കിൽ അടിക്കും ഞാൻ. അടിക്കോ? അടിക്കും. ഈ ദാസൻ അടിക്കും. ഞാൻ അടിക്കും. ആയിരിക്കണം. വെള്ളം അടിച്ചിരിക്കരുത്. നമ്മുടെ കാര്യം പറഞ്ഞു പൈസ മേടിച്ചിട്ട് പോകാൻ നമുക്ക്. നിന്റെ വായി വെച്ച് മിണ്ടായിരിക്കാവോ? നമ്മൾ എവിടെ വന്നിരിക്കുന്നറിയോ? ഒരു പട്ടാളക്കാരന്റെ വീട്ടിലാണ്. അപ്പൊ നമ്മൾ ഇച്ചിരി മര്യാദക്ക് പെരുമാറണം. വരുന്നോളം വരാതല്ലോ പറഞ്ഞത്. അതങ്ങ് അങ്ങനെയല്ല. നീ മിണ്ടേ, എനിക്കറിയാൻ ചോദിക്കാൻ. ഞാൻ ചോദിച്ചോളാം. ചോദിച്ചു മേടിക്കണേ. അടിക്കോ? പട്ടാളക്കാരൻ, ഇതുപോലൊരു ഫുള്ള് കൊണ്ട് ഇവിടെ വെച്ചാൽ ഗ്ലാസ് ഇല്ലാതെ എങ്ങനെ അടിക്കും നമ്മള്? ഉണ്ടല്ലോ, സാധനമുണ്ട്. ആയിരിക്കണം. എടാ, നിനക്കും കാര്യം ഇതുവരെ പിടികിട്ടില്ലേ? കാര്യം പിടികിട്ടില്ലേ? ഓ, ഇത് അടിച്ചിട്ട് പുള്ളീനെ അടിച്ചിട്ട് പൈസ മേടിച്ചിട്ട് പോകാൻ. ബാക്കി കളഞ്ഞു. പട്ടാളക്കാരൻ, ഇതുപോലൊരു ഫുള്ളും 2 ഗ്ലാസും വെച്ചാൽ ടച്ചിസ് ഇല്ലാതെ എങ്ങനെ കഴിക്കും? ടച്ചിസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ആയിരിക്കണം. മികച്ചർ വെൽ സെറ്റപ്പ് കേട്ടോ. ഇത് സംഭവം ഒറിജിനലാണല്ലോ അല്ലേ? എടാ, അങ്ങോട്ടങ്ങനെ മാറുന്നില്ലടോ. എല്ലാം ചെയ്യല്ലേ പുള്ളി? ഇതിനിടയ്ക്ക് മറ്റേത് മറന്നു പോവല്ലേ? ഇല്ല, എനിക്കറിയാം. വെള്ളം വേണ്ടേ? എന്റെ ദൈവം, എന്റെ കിണല്. ഈ നാട്ടിൽ വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ നെട്ടോട്ടുകൂടും. അത് നമ്മൾ മദ്യത്തിൽ ഒഴിച്ച് കളയരുത്. കരള് പോവും. അത് കിളിച്ച് വരും. അതിന്റെ അഹങ്കാരമാണ് എനക്ക്. അടി ഒരെണ്ണം അടിക്കാം. അടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം. വെള്ളം വേണ്ടേ? കുഴപ്പമില്ലെന്ന്. കരള് പൊടിച്ചു വരും. അതിന്റെ അഹങ്കാരം ഇപ്പൊ നിങ്ങൾക്കും ഉണ്ട്. നീ ഭാഗത്ത് പോയി സാറിന് ഒരു ഉപ്പ് തണുത്ത വെള്ളം തണുത്ത വെള്ളം ഒരെണ്ണം ഞാൻ അടിച്ച് രണ്ടാമത് തണുത്ത വെള്ളം വേണം. അകത്തകത്ത് കൈ കൊണ്ട് പറ്റില്ലെങ്കിൽ കടിച്ചെടുത്തുണ്ടോ സാറേ? സാർ ഈ വീട്ടിൽ ഒറ്റക്കാണോ താമസിക്കുന്നത്? എന്റെ ഭാര്യയുണ്ട്. അവള് ലെക്ചറാ. ഇത് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ? എന്താണ്
എനിക്ക് കൊണ്ടുവരണം വീട്ടിൽ. ഞാൻ കല്യാണം കഴിച്ച കച്ചറ കച്ചറന്നല്ല ലെക്ചർ ആണോ? കോളേജിൽ പഠിപ്പിക്കാൻ പോയിക്കണം. ഇപ്പൊ ആരുടെ സാറേ എനിക്ക് പറ പോലെ നിന്റെ വിഷമം മൊത്തം പറ. ചുറ്റിയാണോ ഇത്? ചുറ്റിയാണ്, അടിച്ചു ഉടനെ പിടിച്ചല്ലേ ഇത്. ഒറ്റ അടിക്ക് എടുത്ത് അടിച്ചാ പിന്നെ എങ്ങനെയാണ്? സാറേ എനിക്ക് പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സാറേ. വെരി ഗുഡ് ആവണം. സാറ് യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ട്? പിന്നെ ഞാൻ ഇഷ്ടം പോലെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലേ. നീ ഇത് ഞാൻ കാര്യം പറഞ്ഞുതരാം. പിന്നെ കൊള്ളാം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1909 തോന്നുന്നു, 1987. അപ്പൊ ഓർമ്മ. പിന്നെ ഞാൻ ഇങ്ങനെ കാട്ടിക്കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലടാ. എന്തേലും ചെയ്യാൻ പറ്റും? ഞാനിങ്ങനെ കാട്ടിക്കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു 250 തീവ്രവാദികൾ എന്നെ ചുറ്റി. ഞാനിങ്ങനെ വന്നപ്പോ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്റെ കഷ്ടകാലത്തിന് ഞാൻ തോക്കെടുത്തില്ലേ? ഉണ്ട കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഈ ഇരിക്കണ ഉണ്ട മൊത്തോടെ ഒരു ചാക്കിനകത്തോട്ട് പറക്കി അങ്ങ് ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ കറക്കി എറിഞ്ഞപ്പോൾ ഈ ഉണ്ടകളെല്ലാം ചെന്ന് തീവ്രവാദികളെ നെഞ്ചി തറച്ച് അമര് തീർന്നോ? തോക്കില്ലാതെ സാറെങ്ങനെ വെടിവെച്ച് സാറേ? തോക്കിന് പ്രാധാന്യമില്ല, ഉണ്ടക്കാണ് പ്രാധാന്യം. പിന്നെ വേറെ ഒന്നും നമുക്ക് നോക്കാനില്ലല്ലോ. ദൈവമേ, അപ്പൊ എല്ലാരും തീർന്നു. തോക്കിന്റെ ആവശ്യമില്ലടാ, എല്ലാം തീർന്നില്ലേ സാറേ? സാറിനെ ഞാൻ നമ്പിച്ച്. കാരണം സാറിനോടല്ല എനിക്ക് നന്ദി പറയേണ്ടത്, സാറിന്റെ ബഡ്ഡിയോടാ. സാറിന്റെ ബഡ്ഡി കാരണമാണ് എന്റെ അളിയനെ ഓടിച്ചിട്ട് അളിയൻ വീണതും സാറിനെ ഇവിടെ കാണാൻ വന്നതും സാറിന്റെ കമ്പനി ആവാൻ കാരണമൊക്കെ. അപ്പൊ ഈ കഥ എനിക്ക് കേൾക്കാൻ പറ്റി. പക്ഷെ ഇതുപോലെ എനിക്കുണ്ട് സാറേ ഒരു കഥ. എന്തൊരു കഥ? നിന്റെ കഥ? എന്റെ നാട്ടില് ഉത്സവം നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ഉത്സവം കാണാൻ ചെല്ലുക. ഞാൻ ചെന്ന് അങ്ങനെ നെഞ്ചും പിരിച്ച് അടിപിടിയും വെട്ടിക്കുത്തുമൊക്കെ ആയിട്ട് നടക്കുമല്ലേ, ചെന്ന് കയറി അങ്ങ് കൊടുക്കുകയും ഒരു 750 ആൾക്കാർ ചുറ്റും. 750 പേരാ? കള്ളം പറയല്ലടാ. സാറ് കാട്ടിൽ 250 പേരെ വെച്ചില്ലേ? ഇപ്പൊ എന്റെ നാടാ, എനിക്ക് 750 വെക്കാം. അപ്പൊ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് അവരെല്ലാം കൂടെ ചീറിപ്പാഞ്ഞ് വന്ന് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ആടി ഇടി ചവിട്ടി തേച്ച് നശിപ്പിച്ച്. അവന്മാരെ എല്ലാത്തിനും നീ ഒറ്റ അടിക്കി? ഞാനല്ല, അവന്മാരെല്ലാം കൂടെ എന്നെ. ഞാനെങ്കിലും ആയിരിക്കണമായിരുന്നു. സാറിനെ പോലെ ചാക്കിനകത്ത് കെട്ടിയിട്ട് കറക്കി അടിക്കാനായിട്ട് എനിക്ക് ഉണ്ടയില്ലല്ലോ സാറേ. ഒരു ഉണ്ടയില്ലാത്തവന്റെ നിശബ്ദത എനിക്ക് മനസ്സിലാവൂടാ സാറേ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സാറേ പട്ടാളത്തിൽ ചേരണമെന്ന്. എന്തേ അത് ചെയ്തില്ല? എന്നെ ആരും എടുത്തില്ല സാറ്. ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു. നിന്നെ പട്ടാളത്തിൽ എടുത്താ? നിന്നെ എടുത്ത്. ഉറപ്പാണോ? ഞാനിപ്പോ പട്ടാളക്കാരനാണ്. പട്ടാളക്കാരൻ എടുക്കടാ. അടിപൊളി, സൂപ്പർ കേട്ടാ. തണുത്ത വെള്ളം അവിടെ എന്നാ ഒറ്റ കാര്യം ചോദിച്ചാ? എന്ത് കാര്യം? പൈസയുടെ കാര്യം ചോദിച്ചു. നീ പൈസ ഞാൻ ഇടുക്കി. ഞാൻ പറയട്ടെ പോയിട്ടാ. ഞാനിപ്പോ ആരാന്ന് നിന്റെ പേര്? ആരാ? ഞാൻ മിലിറ്ററി. സാറിന് പട്ടാളത്തിലെടുത്ത് നീ അറിയണമെന്ന്. സാറ് ഒരു ചാക്കിനകത്ത് ഉണ്ടയിട്ട് കറക്കി 250 പേരെ കൊന്നിട്ട് നിൽക്കണം. എപ്പോ? അതൊന്നും നിനക്ക് നീ പൊക്കോ എന്റെ മുമ്പിൽ നിന്ന്. സാറേ, എന്റെ അളിയനെ ഒന്ന് പട്ടാളത്തിൽ എടുക്കാൻ പറ്റുമോ? ആര്? അവനെ? പുള്ളി അങ്ങനെ വരുന്നവരെ പോലെ എടുക്കാൻ പറ്റൂല. നിന്നെ ഞാൻ എടുത്ത്. നീ എന്റെ ആളാ. നീ ഞാൻ എന്റെ ബോസായി. ഞാനും ബോസായെന്നല്ല, ബോസായെന്നാണ് ഞാൻ പറഞ്ഞത്. സാറേ ഇറങ്ങടാ. ഞങ്ങളുടെ ഇന്ത്യൻ ഇറങ്ങടാ. വെറുതെ ആവശ്യമില്ലാതെ വിഷയം ഉണ്ടാക്കരുത്. നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് നിൽക്കണം. അങ്ങനല്ല, നമ്മളെ രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും തീവ്രവാദികൾ നുഴഞ്ഞു കയറി വന്നാ നീ എന്ത് ചെയ്യൂടാ? With your permission, sir. Yes. നീ എന്റെ നീ ആവശ്യമില്ലാത്ത നീ പിടുത്തോളൂ. നീ ആവശ്യമില്ല. നിങ്ങളുടെ ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത്. നീ ഉടനെ ചെന്ന് അവനെടുത്തിട്ട് അടിച്ചാൽ. അവൻ ചത്തിട്ടില്ല, ഞാൻ അവനെ ഇല്ലെന്ന് ഒരെണ്ണേ ഉള്ളു. നീ പൊട്ടിച്ച് കളയല്ലേ? ആകപ്പാടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ച് കളയുകയും ചെയ്തു. ആ ഉണ്ടേ പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും സാറേ? ഇനിയാണ് ശരിക്കുള്ള ഓപ്പറേഷൻ. എന്ത്? ഈ തുണിപിടി. നമ്മളെ റൂമിനകത്ത് കയറിയിരിക്കുന്ന എല്ലാ ഭീകരന്മാരെയും നമ്മൾ തുടച്ചു നീക്കുന്നു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. വിളിക്കട്ടെ ടീമിനെ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം മനോജ് ചേട്ടൻ, അജയ് ചേട്ടൻ ആൻഡ് കൊച്ചി പ്രദീപ് ചേട്ടൻ. വായ പൂട്ടിയത് നന്നായി, അല്ലെങ്കിൽ മൂക്കും കണ്ണൊക്കെ ഇപ്പൊ ഉച്ചയിലേക്ക് കയറിയാനെ. എന്റെ പൊന്നു, പത്രം കിടക്കണ്ടല്ലോ. ദൈവമേ, നോക്കട്ടെ. കൊല്ലത്ത് അജ്ഞാതൻ യുവതിയുടെ മാല പൊട്ടിച്ചു. എന്നാ ദുഷ്ടനായത്. കോട്ടയത്ത് അജ്ഞാതൻ പശുക്കിടാവിനെ മോഷ്ടിച്ചു. അമ്പട അജ്ഞാത. തിരുവനന്തപുരത്ത് അജ്ഞാതൻ ട്രെയിൻ തട്ടി മരിച്ചു. അങ്ങനെ തന്നെ വേണവന്. എന്നൊക്കെയാ കാണിച്ച പെങ്കൊച്ചിന്റെ ശാപം അത്.
ആഹാ, ഫ്ളാറ്റിന്റെ 6ാം നിലയിൽ നിന്നും ആലിംഗനബദ്ധരായ കവിതാക്കൾ നിയന്ത്രണം തെറ്റി താഴെ വീണ് മരിച്ചു. ഇപ്പൊ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇറങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട്. അതൊക്കെ എൻ്റെ അച്ചായി. ഞാനൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ സമ്മതിക്കില്ലായിരുന്നു. കാര്യം എൻ്റെ അച്ചായിക്ക് 85 വയസ്സുണ്ടെങ്കിലും ഇപ്പോഴും പണിയെടുത്ത് ജീവിക്കുക. ഇപ്പൊ അടയ്ക്ക കച്ചവടത്തിന് പോയിട്ട് ഒരാഴ്ചയായി. എവിടെ പോയിന്ന് ഒരു പിടിയില്ല. മോഹനോ മോഹനോ തന്നെ ഒരു മെനകെട്ട മോഹനാവലി. പിന്നെ മോഹനാൻ നിന്നെ ഞാൻ മോഹന രാഗത്തിൽ വിളിക്കണോ? അച്ചാജി ഇത് എവിടെയായിരുന്നു? എടാ മനെ, ഞാൻ അടയ്ക്കായം കൊണ്ട് കട്ടപ്പന മാർക്കറ്റിൽ ചെന്നപ്പോഴേ അവിടെ 1200 രൂപ അടയ്ക്കായുടെ വില. ഞാൻ പെട്ടെന്ന് പത്രത്തിൽ നോക്കിയപ്പോ കൊച്ചിയിൽ 1500 രൂപ ഉണ്ട്. ഞാൻ കട്ടപ്പന ഒരു ജീപ്പ് വിളിച്ച് നേരെ കൊച്ചിയിൽ ചെന്നപ്പോ അവിടെ 900 രൂപ. അപ്പൊ പത്രത്തിൽ കണ്ടതോ? അത് കഴിഞ്ഞ ആഴ്ചത്തെ പത്രമായിരുന്നു. അയ്യോ, പിന്നെ ഞാൻ 900 രൂപയ്ക്ക് കൊച്ചി ആ അടയ്ക്കാങ്ങ് വിറ്റു. ആ 900 രൂപ എടുത്തേ. അത് ജീപ്പുകാരന് കൊടുത്തു. ഇനി 200 രൂപ കൊടുക്കണം. നല്ല കച്ചവടമാണല്ലോ. പിന്നെ കൊച്ചിയിൽ ഞാൻ നടന്ന് വരുവാ, ചെരുപ്പ് വരെ തേഞ്ഞ് തീർന്നു. ചെരുപ്പില്ലല്ലോ. അതല്ലേ പറഞ്ഞ ചെരുപ്പ് തേഞ്ഞ് തീർന്നു. വാറ് മാത്രം കാലിട്ടാ ഞാൻ കുരുങ്ങി വീഴത്തില്ലയോ? പിന്നെ 10-200 രൂപ എടുത്തൊരു ചെരുപ്പ് മേടിക്കണ്ടേ? എടാ എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. എന്നെ കണ്ടിപ്പോ വിളിച്ചു വെച്ചാ എന്താ വിളിപ്പിച്ചു? എന്നാ പുറകിലെന്നാ എന്നാ മുമ്പിലെന്നാ? ഓഹോ, മാലയൊക്കെ ഉണ്ടല്ലോ. മാല മാത്രമല്ല, അച്ചാച്ചിയുടെ കയ്യിൽ പൂച്ചുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, അതിനെ പിടിച്ചേൽപ്പിച്ച് വിടാം. അത് മാന്തുപ്പിച്ചെല്ലാം ചെയ്താണ്ടല്ലോ പേ പിടിക്കും. എന്തുവാ? പൂച്ചയുണ്ടെന്ന് പറഞ്ഞു. പൂച്ച ഉണ്ടെന്നല്ല പറഞ്ഞ, പൂച്ചുണ്ടെന്നാ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. അയ്യോ അയ്യോ, നിനക്ക് മനസ്സിലായല്ലോന്ന്. ഏറ്റവും നല്ല അടയ്ക്ക കർഷകനുള്ള കർഷക രാജ അവാർഡ് ഞങ്ങളുടെ അച്ചായിക്കാന്നേ. കർഷക രാജ, കർഷക രാജ, അടയ്ക്ക വിറ്റിനെ കിട്ടിയല്ലോ. ഇത് അടയ്ക്ക വിറ്റനൊന്നും കിട്ടിയതല്ല. പിന്നെ ഞാനൊരു സൂത്രമായിട്ടാ വന്നതേക്കുന്നേ. ഒരു കാര്യം ചെയ്യും, ഒരു ശകലം താ. എന്താ? പല്ല് തേക്കണ പൊടിയുടെ അത്ര മതി. എന്ത് മതി? ക്ലൂവോ? എന്നാ ഞാനൊരു ക്ലൂ തരാം. ചെറുപ്പത്തിലെ നിനക്ക് നഷ്ടപ്പെട്ടത് എന്റെ അരിപ്പല്ല്. അതല്ല, ഞാൻ വേറൊരു ക്ലൂ തരാം. 42ാമത്തെ വയസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ടത് അച്ചാച്ചന്റെ അണപ്പല്ല്. അതെങ്ങനെ? ദിവാകരന്റെ ഒരു ഒറ്റയടിക്ക് അണപ്പല്ലല്ലേ തെറിച്ചു പോയത്? അതല്ലെന്ന്, നിന്റെ അമ്മ. അതൊക്കെ പോയ കാര്യങ്ങളല്ല, അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എടാ അതല്ലെന്ന്, നിന്റെ അമ്മ പോയ പിന്നെ എനിക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാനൊരു ചരട് കെട്ടി. നല്ല കാര്യോ. ഉറക്കത്തിൽ കിടന്ന് പിച്ചും പേയും പറയുന്നതിനോട് ചരട് കെട്ടാ ഞാൻ പറയാൻ വേണ്ടിയിരിക്കുകയാണ്. അതല്ലെന്ന്, ഞാനൊരു കല്യാണം കഴിച്ചു. കൺഗ്രാചുലേഷൻ മൈ ഓൾഡ് മാൻ. എന്ന തമാശ അത്? തമാശയല്ല, ഞാൻ കാണിച്ചു തരാമെന്ന്. കാർത്തിയായനിയേ, വലതുകാലം വെച്ച് കേറി വാടി. അയ്യോ, ഞങ്ങളുടെ വീട്ടിൽ എന്തിനും വന്നേ. എന്തിനൊന്നുമല്ല, ഇതാണ് നിന്റെ സ്റ്റെപ്പ് മദർ. അതാണ് അങ്ങനെ സ്റ്റെപ്പ് വെച്ച് നടക്കണത്. എങ്ങനെയുണ്ട് എന്റെ സ്റ്റെപ്പ്? അയ്യോ, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ സ്റ്റെപ്പ് അവന് ഇഷ്ടമല്ലെന്ന്. എന്നാ ഞാൻ മൈക്കൽ ജാക്സന്റെ ഒരു മൂൺ വാക്ക് അടിച്ചാലോ? മൂൺ വാക്ക് അടിച്ചാൽ ഞാൻ മുട്ടുകാലിയാ തല്ലി ഓടിക്കും. ഇതേതാ ഈ മെനകെട്ട കൊച്ചൻ? എനിക്കറിയത്തില്ല. എന്റെ മോനാ ഇത്. അല്ല, ഈ അച്ചാച്ചന്റെ മോനാ ഞാൻ. ആരോളെ കൊച്ചാട്ടൻ എന്നെ ചതിക്കുമായിരുന്നു. അയ്യോ, ഇവിടെ ആരുമില്ല, ഒറ്റയ്ക്കാന്ന് എനിക്കൊരു കൂട്ട് വേണോന്നും പറഞ്ഞില്ലേ എന്നെ വിളിച്ചോണ്ട് വന്നത്. ഇവനുണ്ടല്ലോ ഇവിടെ. കാര്യം കാണാൻ വേണ്ടി കിളവൻ പല കള്ളത്തരവും പറയും. അതൊക്കെ കേട്ടച്ച് ഹൈജമ്പ് ചാർന്നമാര് ഇങ്ങോട്ട് കയറി വന്നേക്കോടോ. ദൈവമേ, സന്ധ്യ വരുമ്പോ ഞാൻ ഇനി എന്ത് ചെയ്യും? സന്ധ്യ വരുമ്പോ നീ നിലവിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം. ഞാനൊക്കെ അങ്ങനെ. അതല്ലെന്ന്, എന്റെ ഭാര്യ സന്ധ്യ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? അവക്ക് സന്തോഷമാവും. അവക്ക് ബോറടിക്കാനൊരു അമ്മായിമ്മ ഇല്ലാത്തിട്ട് ബോറടിച്ചിരിക്കുമല്ലായിരുന്നു. ഇവളാന്നെ കിടക്കാച്ച് വഴക്കൊണ്ടാക്കുന്ന ആളാണ്. ദൈവമേ, പോമറേനിയന്റെ വീറും ജർമ്മൻ ഷെപ്പേർഡിന്റെ കൊരയും ഇത് കടിക്കോ? ഇത് എവിടുന്ന് കിട്ടിയതിന്? എന്നെ ഞാൻ അടയ്ക്കാവിക്കാൻ പോയപ്പോഴാ എനിക്ക് ഈ കുരുവിയെ കിട്ടിയത്. ഇതാണോ അടയ്ക്കാക്കുരുവി? കൊണ്ടുപോയി കള ഈ കലാഭവൻ കാർത്തിയൻ ഇത്രേനെ. മക്കളെ, എന്തായാലും അച്ഛൻ കൊണ്ടുവന്നതല്ലേ, നീ 2 കൈ നീട്ടി ഞങ്ങളെ സ്വീകരിക്കടാ. 2 കൈയിൽ നീട്ടി സ്വീകരിക്കാൻ 2 കൈയും കുട്ടി കാക്കേനെ വിളിക്കേണ്ട പരുവത്തിലുള്ള 2 പേരെ പറയണത്. പൊന്നുമോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ നിന്റെ ഭാര്യ അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങും. ഇപ്പുറത്തെ റൂമിൽ അച്ചാച്ചൻ ഒറ്റയ്ക്കല്ലയോ? രാത്രി നീ സംഭവിച്ചാലോ? രാത്രി അവിടെ കിടന്ന് ശംഭു വച്ച അവള് കൊല്ലും. അവൾക്ക് ഇഷ്ടമല്ലാത്തത്. അതല്ലെന്ന്, രാത്രി എനിക്ക് തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കണ്ടായോ? അന്നേരം ഞാൻ നോക്കിക്കോളാം. അതൊക്കെ പോട്ടെ. ഈ വയസ്സാം കാലത്ത് ഈ അച്ചാച്ചന് ഇച്ചിരി ചൂടുവെള്ളം കാച്ചി തരാൻ ആരെങ്കിലും വേണ്ടായോ? 450 രൂപ എടുത്തൊരു കെറ്റില് മേടിച്ചാൽ തീരാവുന്ന കേസല്ലുള്ളൂ. എന്നിട്ടാണ് ഈ കൊറ്റി പോലെ എടുക്കുന്ന സാധനത്തിന് ഇങ്ങോട്ട് വലിച്ചു കൊടുത്തേക്കണത്. ഞാൻ പോവാ. എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാനേ ഈ നാട്ടുകാരെയും ബന്ധുക്കാരെയൊക്കെ ഒന്ന് വിളിച്ചോണ്ടിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതിന് കാർത്തിക്കുട്ടിയെ,
ആര് താഴ്ത്തി കെട്ടിയെന്ന്? താഴ്ത്തി കിട്ടത്തില്ല കാർത്തിക്കുട്ടിയെ. ഓ, എന്തുവാണ് തിന്നുന്നത്? പ്ലക്കാവട. ലക്കാവടയോ? അല്ല, നാക്ക് കുരുങ്ങിയതാ പക്കാവടയില്. ചേർക്കാൻ പോയി എങ്ങനാ നടന്ന അതാണോ? പിന്നെ ഇങ്ങനൊക്കെ നിന്നാ മതിയോ? എന്നാ ഞാൻ ഇങ്ങനെ നിൽക്കട്ടെ? എന്തോ നടരാജ വിഗ്രഹമോ? നാരായണ കൊച്ചാട്ടന്റെ ഒരു കാര്യമായി പോയി. ഇപ്പൊ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമല്ലയോ? ഓ. എനിക്കുള്ളതല്ല നിനക്കും, നിനക്കുള്ളതല്ല എനിക്ക് മൈനിയും തൊട്ട്. ഒരിക്കൽ പറഞ്ഞ എന്റെ അടിപ്പാവടം ബ്ലൗസ് നിങ്ങൾ ഇടും, നിങ്ങളുടെ മുണ്ടും ചുബയും ഞാൻ ഇടണമായിരിക്കും ഇല്ലേ? അതല്ലെന്ന് എന്റെ സ്നേഹം വാരിക്ക് ഒരു ടിപ്പറിനടിച്ച് നിന്റെ മണ്ടയിലോട്ട് ഇട്ട് തരാമെന്ന്. നാരായണ കൊച്ചാട്ടന്റെ ഒരു കാര്യം എന്താ കാണിക്കുക? നോക്കെന്ത് വന്ന്? ഓ ഏറ്റ കുഴിനക വന്നല്ലോ. അല്ലെന്ന്, ഞാൻ കളം വരച്ചതാ. കളവെടുത്ത് പാട്ടിന് വേണ്ടി വന്നാന്നോ? നാരായണ കൊച്ചാട്ടൻ ഞാൻ നാണം കൊണ്ട് കളം വരച്ചതാന്ന്. എന്റെ പുറത്തെങ്ങാനും മൃദംഗം അടിച്ചാ വെച്ച് കീച്ചു തരും. അതെവിടുന്നാ കേട്ടെ? ഇവിടെ തൊട്ടപ്പോ വന്നതാ. എന്റെ പൊന്നിചക്രപ്പന്നെ എന്റെ മടിയിലോട്ടൊന്ന് കേട്ടാ. ഒരു കുഴപ്പമില്ല, നേരിട്ട് കെട്ടികളല്ലയോ. ചക്കരമുത്തേ, അഞ്ചാരമണിയേ, എന്താ എന്റെ സുന്ദരി മണിയേ, എന്താ എന്റെ ഐസുകാരന്റെ മണിയേ. ഐസുകാരന്റെ മണിയോ? ഇപ്പൊ കേട്ടതാ ഐസുകാരന്റെ മണി. നാരായണ കൊച്ചാട്ടന്റെ തമാശ. നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മേലെ ഇനി മുറുക്കേക്കരുത്. നിന്റെ വായിലോട്ട് നോക്കിയപ്പോ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിനകത്തോട്ട് നോക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ വേണ്ടത്തില്ല, വിട്ടേ അങ്ങോട്ട്. ഞാൻ എഴുതട്ടെ. അയ്യോ, വലിച്ചു പോക്കല്ലേ. എന്റെ മുട്ട നൂർക്കട്ടെ. സമയെടുക്കും. ഇത് മുട്ട നൂറുതാന്നോ തെക്കരി തുറന്നാന്നോ? നമുക്ക് അതും ഇതുമൊക്കെ ആഘോഷിക്കണ്ടായോ? അതും ഇതും ആഘോഷിക്കാം. ഈ ചെറുപ്പക്കാര് പിള്ളേരൊക്കെ ആഘോഷിക്കുന്ന സാധനം ഉണ്ടല്ലോ. ഓ, മണിക്കൂണോ? ഹണിമൂൺ. നമുക്ക് എവിടാ പോകേണ്ടത്? നമുക്ക് ഊട്ടി പോയാലോ? ഊട്ടിപ്പാലം കൊണ്ട് നമ്മൾ കട ഉണ്ടാക്കിട്ട് നമുക്ക് ഊട്ടി പോയാലോ? അവിടെ ഭയങ്കര തണുപ്പാന്ന്. നാരായണ കൊച്ചാട്ടാ, ഏത് തണുപ്പിനെ അതിജീവിക്കുന്നവളാണ് ഞാൻ. ദൈവമേ, ഞാൻ പെൺകിനെയാണോ കല്യാണം കഴിച്ചിട്ട് വന്നത്? അതാണോ പറഞ്ഞത്? എനിക്ക് തണുപ്പൊന്നും ഒരു വിഷയമല്ലെന്ന്. ഇതൊക്കെ തണുപ്പ് വിഷയമല്ലെന്ന്. മകരമാസം ആയി കഴിഞ്ഞാൽ അടുപ്പിലെ ചാരം മാറ്റി നോക്കണം. ഇവളെ കാണണമെങ്കിൽ തീ കാണാൻ കയറി ഇരിക്കുന്നതാ. നാരായണ കൊച്ചാട്ടാ, എന്തോ നാരായണ കൊച്ചാട്ടന്റെ നെഞ്ചിലെ ചൂട് മതി ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ. എന്റെ നെഞ്ചത്ത് വെച്ച് നിനക്ക് കപ്പലിന് പുറത്ത് വിറ്റ് ജീവിക്കാനാണോ? അങ്ങനെയാണോ പറഞ്ഞത്? നാരായണ കൊച്ചിനല്ലേ ഇനി എന്റെ ലോകം. എന്നെ ഊട്ടി കൊണ്ടുപോകണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കും. ഇന്ന് തന്നെ കൊണ്ടുപോകണം. ഊട്ടി ഇന്ന് നല്ല നില കൊണ്ടുപോകും. ആദ്യം നീ പെരക്കകത്തോട്ടൊന്ന് കേറുവാ. കേറുവാ. എങ്ങനുണ്ട് മുറിയൊക്കെ? ഇത് ഭയങ്കര സെറ്റപ്പാന്നല്ലേ ഇതിനകത്തൊക്കെ. എന്റെ ലഡുവേ, എന്റെ ജിലേബിയേ, എന്റെ നെക്കുഷേ, എന്റെ മിൽക്കവലേ. എന്റെ ദൈവമേ, 2 മിനിറ്റ് ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോ ബേക്കറി തുടങ്ങിയ. അതെ അതെ, പൂട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയേ. അച്ചായേ, എന്നാ എടുക്കും അവിടെ? നീ ഇറങ്ങുവാ. ചൂടുവെള്ളം കുടിക്കാൻ സമ്മതിക്കത്തില്ലോടാ. അതെ, രണ്ടിന്റെ തീരുമാനം എന്നാ? തീരുമാനം എന്നത് പറയാൻ ഭയങ്കര പാടാ. അയ്യോ കൊച്ചാട്ടോ, ഗ്യാസ് ഉരുണ്ട് കയറി. വെളുത്തുള്ളി എടുത്ത് ഗ്യാസ് അങ്ങ് പോകുമെന്ന്. ആ ഗ്യാസ് അല്ല, അടുക്കള മലനടിച്ച് വീണപ്പോഴേ ഗ്യാസ് കുറ്റി മണ്ടയ്ക്കോട് ഉരുണ്ട് കയറിയെന്ന് നടുവ് പോയി. നമുക്ക് ആശുപത്രി പോവാം. വേണ്ട, എനിക്ക് ആശുപത്രി പോവട്ടാ. കൊച്ചു ആശുപത്രി പോവാം. വേണ്ട, എനിക്ക് ഹണിമൂണിന് ഊട്ടി പോയാ മതി ഇന്ന് തന്നെ. ആശുപത്രി പോയി ചികിത്സ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹണിമൂണിന് ഊട്ടിക്ക് പോവാം. വേണ്ട, അന്നേരത്തേക്ക് സീസൺ തീർന്നു പോയി. എനിക്ക് ഇന്ന് തന്നെ പോണം ഊട്ടിയിൽ. ഇപ്പൊ കൊണ്ടുപോകണം എന്നെ ഊട്ടിയില്. എന്റെ തള്ള, നിങ്ങൾക്ക് തണുപ്പല്ലേ പ്രശ്നം? ഇവിടുന്ന് കൊണ്ടുപോയാൽ നേരെ ആശുപത്രിയുടെ ഐസിയുലേക്ക് കയറ്റണേ. അവിടെ ഊട്ടിനേക്കായും കിടുക്കൽ തണുപ്പാ. അവിടെ അച്ചാച്ചിയെ കയറ്റുമോ? അയ്യോ, അച്ചാച്ചി അവിടെ പോയി ഹണിമൂൺ ആഘോഷിക്കാനേ. ഇത് ഐസിയു അല്ലാതെ ശാന്തി ലോഡ്ജ് അല്ല. ഇത്രയും റിസ്ക് എടുത്ത് മേക്കപ്പും ഒക്കെ ചെയ്ത് ആ ഒരു കാര്യത്തിൽ നല്ല ലുക്കാണ് രണ്ടുപേരെയും കാണാനായിട്ട് കേട്ടോ. നല്ല ഏജ് ആയിട്ടുള്ള 2 വ്യക്തികളെ കാണുന്ന ലുക്കാണ്. പക്ഷെ നമ്മൾ സബ്ജക്റ്റിലേക്ക് കടന്നു വരുമ്പോൾ, സ്ക്രിപ്റ്റിലേക്ക് കടന്നു വരുമ്പോൾ ചിരിക്കാനൊന്നുമില്ല. നല്ല രീതിയിൽ നിങ്ങൾ 3 പേരും അത് അവതരിപ്പിച്ചു എന്നുള്ള സത്യമാണ്. അപ്പോൾ തമാശകളുടെ ഒരു കുറവ് വലിയ കുറവ് തന്നെയാണ്. തമാശയ്ക്ക് തമാശ തന്നെ വേണം. അതിനുവേണ്ടി ശ്രമിക്കണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ തമാശയായിട്ട് തന്നെ വരണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് കളിച്ചു. ആ 2 പേരും മുത്തശ്ശനും ഒക്കെ ഭംഗിയായിട്ട് ചെയ്തെന്നേ. അല്ല, കറക്റ്റ് ഒന്നും തെറ്റിപ്പോവാതെ എല്ലാം ചെയ്തു. ചിരിക്കാനില്ല, കോമഡി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ആ ഒരു കുറ്റം മാത്രമേ പറയണം. ഓക്കെ, സംഭവം പറയുന്ന പോലെ നമ്മൾ ഈ അഭിപ്രായം പറയുന്നതും വിലയിരുത്തുന്നതും എല്ലാം നിങ്ങളുടെ ഇതിനു മുമ്പുള്ള സ്കിറ്റുകൾ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ സ്കിറ്റുകളെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു മത്സരമാണ്. ഈ മത്സരത്തിൽ വിട്ടുവീഴ്ചകളില്ലാതെ പോകുന്ന മത്സരങ്ങൾ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറവ് പറയുന്നതല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഒന്നിച്ചുള്ളൊരു യാത്രയാണ്. അപ്പോൾ അതിനടുത്തതിൽ നമുക്കത് മേക്ക് ഓവർ ചെയ്യണം കേട്ടോ. ഓക്കെ, അടിപൊളി. ഓക്കെ, താങ്ക് യു ചേട്ടാ.
അപ്പൊ നമുക്ക് ഇതിന്റെ മാർക്സ് ഞാനൊരു 4000 രൂപ. 4000 രൂപ. 40,000 രൂപ എനിക്ക് തന്നോന്നുണ്ട്, പക്ഷെ ഒരു 4,000 രൂപ നിർത്തും. ഓക്കെ, അപ്പൊ ടോട്ടൽ 8,000 രൂപ ആയിട്ടുണ്ട്. പ്രജോദേട്ടാ ടോട്ടൽ എമൗണ്ട് അങ്ങോട്ട് അയച്ചോ. 15,000 രൂപ. അടുത്ത പ്രാവശ്യം നമുക്ക് തീർച്ചയായും വന്ന് നല്ല ഒരു സ്കിറ്റ്, നല്ല കുറെ മാർക്ക്, കുറെ പൈസയും വാങ്ങിക്കാം. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. സമയം കഴിഞ്ഞു മക്കളെ, നമുക്ക് പോണം. ജാഫ്രിക്ക, ഇല്ല എനിക്ക് പോകണ്ട. അങ്ങനെ പറയില്ല, നമുക്ക് പോണം. നാളെ വരാനുള്ള പോയി രക്ഷപ്പെടല്ലേ? അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് പോകാം. നമ്മൾ പോയില്ലെങ്കിൽ അവരെന്തായാലും ചാനൽ മാറ്റി. ചാനൽ മാറ്റി തരുമ്പോൾ നമ്മള് അതിന് രീതിക്ക് ബൈ പറഞ്ഞു പോണം. അതെങ്ങനെ ഐറ്റം പേരക്ക് ചാനൽ മാറ്റണേ? ഐറ്റം പേരക്കല്ല, സമയം കഴിഞ്ഞ് നമുക്ക് പോണം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഐറ്റം ജാഫ്രിക്ക? ഇത് ഐറ്റം വേറെ അല്ല, പിന്നെ അല്ല, അടിപൊളിയായിട്ട്. ഓക്കെ ചേട്ടാ, എംബിരായിരുന്നു. പൊളിച്ചു. സമയം പോയത് അറിഞ്ഞില്ല, നല്ല ലെവലിൽ നിന്നുള്ളതാണ്. അടിപൊളി 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 റസീർക്ക അവിടെ കഴിഞ്ഞ് അടിപൊളിയാളാതെ ഇനി പ്രത്യേകിച്ച് ഒന്നും ചോദിക്കണ്ട. ഇവർക്കൊരു നല്ല കൈഡി കൊടുക്കണം കേട്ടോ. ഇവര് പത്തനംതിട്ട കോന്നിന്ന് വന്നാണ്, പെയിന്റേഴ്സ് അസോസിയേഷനിലെ ചേട്ടന്മാരാണ്. അപ്പൊ നല്ലൊരു കൈഡി. എവിടെയും പോരുത്, ഉഷാറായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.